ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രി കാലം മുഴുവൻ സൂക്ഷിച്ചല്ല, പരിപാലിച്ചല്ല, നന്നായി ഉറങ്ങി ഉണരുവാനിടയാക്കിയല്ലോ. കർത്താപ്പച്ചൻ്റെ പൊന്നുമുഖത്തെ നോക്കുവാനും സഹായിച്ചതോർത്ത് നന്ദി പിതാവേ, നന്ദി. ഈ നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. കർത്താവെ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളെയും ഞങ്ങളായിരിക്കുന്ന ഭവനത്തെയും അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ചല്ല കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. എൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നവർക്ക് സ്തോത്രം. ഞങ്ങളെ കൈവിടാതെ ഉപേക്ഷിക്കാതെ നടത്തുന്ന ഒരു ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഇന്നുവരെ ഞങ്ങളെ ഉള്ളം കരത്തിൽ വഹിച്ച് നടത്തിയതോർത്ത് സ്തോത്രം ചെയ്യട്ടെ. വീണ്ടും കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെയും രാവിലെ സമയം സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. കർത്താവെ, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ വിദ്യാഭ്യാസം എല്ലാം അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രു ആരെയും കാണല്ലേ, ദുഷ്ടപ്പിശാചി തുടരുതേ അപ്പാ. അരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിക്കണമേ. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളെ സഹായിക്കണമേ. അവിടുന്ന് നീ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ജ്ഞാനവും ബുദ്ധിയും കർത്താപ്പച്ചൻ കൊടുക്കുമാറാകണം. അവർ നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനായി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അടിയൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ കർത്താവേ. അവിടുന്ന് കൺമണി പോലെ കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല ജയം കൊടുക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ പ്രയത്നിച്ച തൻ്റെ മക്കൾ മേൽ ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ പൊന്നുകരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ തടസ്സങ്ങളും മുടക്കങ്ങളും മാറ്റണമേ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തവരെ കൊണ്ട് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശപ്പെട്ടു പോകാൻ സമ്മതിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് വഴി തുറക്കുന്ന ദൈവം ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഓരോ മക്കൾക്കും വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും കർത്താവ് അത്ഭുത വഴി തുറക്കണമേ. ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് കൈനീട്ടി നിൽപ്പാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗം തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവമായ കർത്താവ്, ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ആരോഗ്യത്തിനും സമാധാനത്തിലുമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളെ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണേ. ശത്രുവരെ കാണില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ആണും പെണ്ണുമായ കൊച്ചു കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബാലപീഠകളിൽ നിന്ന് അവരെ വിടുവിച്ച് വളർത്തി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കണമേ. ഈ ആണ്ട് തീരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. അതിനായി സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരോട് കരുണ കാണിക്കണമേ. അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേപ്പാ. സുഖപ്രസവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രപ്പാ. ഹല്ലേലൂയപ്പാ, സ്തോത്രം, സ്തോത്രം കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്താലും സമാധാനത്തിലും എല്ലാ ഐശ്വര്യത്തിലും നിൻ്റെ മക്കളെ നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കടഭാരമുള്ള മക്കളെ ഞങ്ങൾ സമർപ്പിക്കുക. ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള എൻ്റെ അപ്പൻ അഖിലാണ്ടത്തിൻ്റെ ഉടയൻ അവിടുന്നാകയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം നീട്ടിമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. ഭവനമില്ലാത്ത മക്കളുണ്ടപ്പാ. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട്. കർത്താവേ, സ്വന്തമായി തലചായ്പാൻ ഒരിടം തന്നെ മക്കൾക്ക് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, മനസ്സറിവ് കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്രം കർത്താവേ.
ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളെയും ഞങ്ങൾ ഓർക്കുകയാണ്. അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ അവർക്ക് ഭാഗ്യം കൊടുക്കാൻ പോകുന്നതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രപ്പാ സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ഉപജീവന മാർഗത്തെയും കർത്താപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ചോളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കൾക്കും എല്ലാം കർത്താവ് നൽകണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ ദൈവമേ, സ്തോത്രം. എങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചെന്ന് പറയുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ തിരുമുൻപാകെ ഒന്ന് സമർപ്പിക്കുക കർത്താവേ. ബിസിനസ് കൈമാറേണ്ട ജീവിതമുണ്ട്, അത് മാറി അത്ഭുത വഴികളിൽ ആ മക്കളെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം സ്തോത്രപ്പാ. ഹല്ലേലൂയ. കടബാധ്യതയുള്ള ജീവിതങ്ങൾ ഹാലലുണ്ടപ്പാ. ജപ്തിയുടെ വക്കിലായ ജീവിതങ്ങളുണ്ട് കർത്താവേ. ആമേൻ. ഭവനം വിറ്റിട്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഓരോ മക്കളുടെ മേലും പൊന്നുകരം വയ്ക്കണമേ. അവരുടെ ആവശ്യങ്ങളും അവസ്ഥകളും പറഞ്ഞ് സഹായിച്ചു കൊള്ളണമേ, കരുതിക്കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ അറിയിക്കുന്നു. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാകിയാൽ നന്ദി പറയട്ടെ. ഈ സമയം കർത്താവ് ഞങ്ങളുടെ രോഗികളെ സമർപ്പിക്കുന്ന പച്ചാ കരുണയോടെ ഓർക്കണമേ. ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുന്നവരെ ഓർക്കുന്നു, ഭവനങ്ങളിലായിരിക്കുന്ന കിടക്കയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ. അപ്പാ, നിരോഗികൾക്ക് വൈദ്യന മരുന്ന സ്തോത്രം. നിന്റെ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ. ഐസിയിലും സിസിയിലും കിടക്കുന്ന മക്കളുണ്ടപ്പാ. വെന്റിലേറ്ററിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. ഓപ്പറേഷൻ വിധേയപ്പെട്ടവരുണ്ടപ്പാ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട് കർത്താവേ. കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ അപ്പാ. ആണിപ്പഴുതുള്ള കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ എൻ്റെ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രപ്പാ. നീ തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ എൻ്റെ കർത്താവേ, മനസ്സലിയണം കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഏൽപ്പിക്കട്ടെ, കിഡ്നി രോഗികളെ ഏൽപ്പിക്കട്ടെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കട്ടെ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരെ സമർപ്പിക്കട്ടെ കർത്താവേ. ഉദര സംബന്ധമായ രോഗങ്ങൾ, പല രോഗങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ടല്ലപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. കൈകാൽക്ക് ചലനമില്ലാത്തൊരു ഹല്ലേലൂയ കർത്താവേ. കിടക്കയിലും വീൽ ചെയറിലും മാത്രമായിരിക്കുന്ന ജീവിതങ്ങളപ്പാ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ ഒരു തുള്ളി രക്തം മതിയപ്പാ. അത് സകല രോഗത്തിനും സൗഖ്യമാകിയാൽ എൻ്റെ അപ്പൻ്റെ ഒരു തുള്ളി രക്തം ഓരോ മക്കളുടെ മേലും കുത്തിവയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പാ. തലമുടി കൊഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. തൈറോയ്ഡ് ഉള്ളവരുണ്ടപ്പാ. ആസ്മ രോഗികളുണ്ടപ്പാ. അലർജി ഉള്ളവരുണ്ടപ്പാ. ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ. നാഥാ, പനിയാലും ചുമയാലും ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. സ്തോത്രം സ്തോത്രപ്പാ. എൻ്റെ അപ്പാ, അങ്ങേ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപിടുത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയെ അനുഗ്രഹം തന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കുള്ളതിനെയും പരിപാലിക്കണം. ഞങ്ങളുടെ പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു. സുവിശേഷ വേലക്കാരെയും ഓർക്കുന്നു. എൻ്റെ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ ഭരണകൂടങ്ങളെ ഓർക്കുന്നു. ഭരണകർത്താക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സത്യസന്ധതയുടെ വിശ്വസ്തതയെല്ലാം ചെയ്തിരപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ടപ്പാ. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഞങ്ങളുടെ വയനാട്ടിൻ്റെ പ്രദേശത്തെ സമർപ്പിക്കുന്നു. നാഥാ, എൻ്റെ SDSC മാംസത്തിൻ്റെ മാംസമായ അനേക പ്രിയപ്പെട്ടവർ മൺമറഞ്ഞു. ഹല്ലേലൂയ. അനേകർ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നു. അനേകർ അസ്വസ്ഥതകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ ഭാരപ്പെടുന്നു. അനേകർ സകലതും നഷ്ടപ്പെട്ടൊരു പ്രദേശം പോലും വലിച്ചു പോയി. നാഥാ, അതിവേദനകൾ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും സ്വർഗം ആശ്വസിപ്പിക്കുമാറാകണം. നഷ്ടപ്പെട്ടതിൽ ഇരട്ടിയായി നീ മടക്കി കൊടുക്കാൻ കഴിവുള്ള ദൈവമാകിയാൽ സമാധാനത്തോടും സൗഖ്യത്തോടും ദൈവകൃപയോടും ആശ്വസിപ്പിച്ച് ഓരോ മക്കളുടെ കൂടെ എൻ്റെ അപ്പനിരുന്നവരെ സഹായിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സഹായിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആയുസ്, ആരോഗ്യം, സന്തോഷം, സമാധാനം, സൗഖ്യം, ദൈവകൃപ എല്ലാം കൊണ്ടും സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഓരോ മക്കളെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കായി ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.